Hello. Welcome back to our channel, Our Happiness. കുറേ നാളായി നമ്മൾ കണ്ടിട്ട് ശരിക്കും ഒരു ബ്രേക്ക് എടുത്തു എന്ന് തന്നെ പറയാം. ഞങ്ങള് കുറേ പേര് മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചു എന്ത് പറ്റി, എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിരുന്നു. സത്യത്തിലൊരു ബ്രേക്ക് എടുക്കാൻ തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. വേറെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, പക്ഷെ അങ്ങനെ എടുക്കാൻ തോന്നി, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇന്ന് എന്തായാലും ഞങ്ങളൊരു സ്പെഷ്യൽ വ്ളോഗോട് കൂടി ഞങ്ങൾ ആ ബ്രേക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യാന്ന് വിചാരിച്ചു. ഇന്ന് പപ്പയുടെയും ചേച്ചിയുടെയും ബർത്ത്ഡേ ആണ്, രണ്ടുപേരും സെയിം ഡേറ്റിൽ തന്നെയാണ്. അപ്പോൾ എല്ലാ കൊല്ലം അവർ ഒരുമിച്ചാണ് ആഘോഷിക്കാറ്. സോ സെയിം ഡേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഡേയിൽ തന്നെ നല്ല ആഘോഷമായിരിക്കും. അപ്പോൾ ഇന്ന് അതുകൊണ്ടും കൂടിയാണ് ഞങ്ങൾ വ്ളോഗ് പോലെ എടുക്കാന്ന് വെച്ചാൽ, ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു വ്ളോഗ്, ഒരു കുട്ടി വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കുറേ നാളായി നമ്മൾ ഇങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് സത്യത്തിൽ മിസ് ചെയ്തു, യൂട്യൂബിനെ ശരിക്കും മിസ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഉള്ളതൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഇന്നിങ്ങനെ ഒരു വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, കാരണം ഇത്തിരി തിരക്കുണ്ട്, എല്ലാം പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ വോയിസ് ഓവർ കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. 4 കൂടി ആകുമ്പോൾ ഇവിടെ ഭയങ്കര ബഹളമായിരിക്കും. സോ വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ. എനിക്കറിയാം വോയിസ് ഓവർ വ്ളോഗിന് അത്ര നല്ലതല്ല, പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ ഡെക്കറേഷനൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് അറിയണ്ടേ. ശരിക്കും പറഞ്ഞാൽ പപ്പയുടെ 60th ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാവരെയും വിളിച്ച് ആഘോഷിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കൊറോണ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ട് ആഘോഷിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ കുട്ടി സെലിബ്രേഷൻ കാണാം. അപ്പോൾ ചേച്ചി അവിടെ പുറത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അറിയാണ്ട് പോയി ഒന്ന് ജസ്റ്റ് ഒരു സർപ്രൈസ് പോലെ ഒരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും അമ്മയ്ക്ക് പൂ കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പതുക്കെ പോയിട്ടൊന്ന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് വരാം. ഓക്കെ, കൊടുക്ക് മയൂച്ച്, കൊടുക്ക് മയൂച്ച്, കൊക്കിട. ഹാപ്പി ബർത്ത്ഡേ ബൈര, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ dear Amma, happy birthday to you. Yay, birthday girl. എത്ര വയസ്സായി ചോദിക്കാൻ പാടില്ല. ഓക്കെ, നേരെ കിച്ചണിലേക്ക് പോവാം. ഓക്കെ, മമ്മി അവിടെ എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. മമ്മി എന്നെ അവിടെ നിന്ന് ഓടിപ്പിക്കുക, എന്നാലും കുഴപ്പമില്ല, നമുക്കൊന്ന് കിച്ചണിൽ പോയി നോക്കാം എന്താണ് അവിടെ സംഭവം. ഓക്കെ, അപ്പോൾ അമ്മ ഇവിടെ നല്ല കിടുക്കാച്ചി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി അമ്മയ്ക്ക് ക്യാമറയിൽ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അത് കാരണം സമ്മതിച്ചില്ല, ഈ ഭാഗത്തേക്ക് പോലും നോക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മ അവിടെ നിന്ന് ഓടിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ അധികം കാണിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് ഓടിപ്പിച്ചു. സൂപ്പർ ബിരിയാണി ആയിരുന്നു. ലാസ്റ്റ് അതിൻ്റെ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ, ശരിക്കും പറഞ്ഞാൽ തിരക്കായിപ്പോയി. പിന്നെ ഇത് ഞങ്ങളൊരു വെൽക്കം ബോർഡ് പോലെ ഇങ്ങനെ എഴുതിയതാണ്. ആക്ച്വലി ഞങ്ങളുടെ കയ്യിൽ വേറെ സ്കെച്ച് പെന്നോ അങ്ങനത്തെ ഗ്ലിറ്ററോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നെയിൽ പോളിഷ് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുകയാണ് ചെയ്തത്. അപ്പോൾ അതൊരു ബോട്ടിൽ അങ്ങനെ തന്നെ കഴിപ്പിച്ചു. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ വേണമെങ്കിൽ പരീക്ഷിക്കാം കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ ഗ്ലിറ്ററോ അല്ലെങ്കിൽ ഇതിന് വേണ്ടി വേറെ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട. ഒരു നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കാര്യം ഗ്രാൻഡാക്കാം.
അപ്പോൾ ഫസ്റ്റ് പണി ഞങ്ങൾ തുടങ്ങിയത് വെൽക്കം ടേബിളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതിന് ഞാനൊരു നല്ല ക്യൂട്ടായിട്ടൊരു സ്റ്റാച്ചു കൂടി ഇരിപ്പുണ്ടായിരുന്നു. 3 മാലാഖമാരിങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റാച്ചു ആണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് കൊണ്ടുവച്ചു. പിന്നെ ഒരു ചെടി വെച്ചു. അത് എനിക്ക് ഇഷ്ടമുള്ള നല്ല അടിപൊളി ഭംഗിയുള്ളൊരു ചെടിയും വെക്കുക. പിന്നെ ഞാൻ നേരത്തെ നമ്മൾ എഴുതിയ ബോർഡ്, പിന്നെ ഇത് പപ്പയ്ക്ക് പണ്ടെങ്ങാണ്ട് ബർത്ത്ഡേക്ക് ഒരു കാർഡ് നമ്മൾ കൊടുത്തതായിരുന്നു. അപ്പോൾ അത് ഇവിടുന്ന് ഞാൻ എവിടെയും കൂടെ സെറ്റപ്പാക്കി അവിടെ വെച്ചു. പിന്നെ ഒരു ക്യാൻഡിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ കുട്ടീസിൻ്റെ ഒരു കലാവിരുദ്ധാണ്. പാപ്പയ്ക്ക് കൊടുത്ത ഒരു ബർത്ത്ഡേ കാർഡ് പോലെ അവരുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി റിയൽ അറേഞ്ച്മെൻറ്റിലേക്ക് വരാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഡെസേർട്ട് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയതുകൊണ്ട് ഞാനിവിടെ ഒരു ലേസിൻ്റെ ഒരു ടേബിൾ മാറ്റ് പോലത്തെ എടുത്തേക്കാണ്. അത് നമ്മളിങ്ങനെ ഒരു കർട്ടൻ പോലെ ഇങ്ങനെ ഇട്ടേക്കാം. കാരണം നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ വരുന്നത് ഒരു ബ്ലാക്ക് കളറാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടും ബ്ലാക്ക്, ഇതും ബ്ലാക്ക് വരുമ്പോൾ ഭംഗി ഉണ്ടാവാത്തതുകൊണ്ട് ഞാൻ വൈറ്റ് വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ചേച്ചിയും കൂടി എൻ്റെ ഡെക്കറേഷനിൽ ഹെൽപ്പ് ചെയ്തു. അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ ചേച്ചീനെയും കൂടി ബർത്ത്ഡേ ഗേളിനെയും കൂടി ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു ഞാൻ. പോലെ ഫുൾ കടുങ്കട്ടാണല്ലോ അല്ലേ? മാറ്റിയെടുക്കണമെങ്കിൽ എളുപ്പമല്ല. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ ബലൂണാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ 50 ഹൈഡ്രജൻ ബലൂണാണ് എടുത്തേക്കണേ. വൈറ്റും ഗോൾഡായിട്ട് മിക്സ് ചെയ്തിട്ട് 2 സൈഡിലും ബഞ്ചായിട്ട് കെട്ടാനാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. ദേ ഇതുപോലെ. ഞങ്ങൾ ഫ്ലവർ അറേഞ്ച്മെൻ്റ് ഒക്കെയാണ് ചെയ്യാൻ പോയത്. അപ്പോൾ ഞങ്ങളിത് കണ്ടോ, ഇത് ജിപ്സോഫീലിയ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റാണ്. നമ്മൾ ഈ ഒട്ടുമിക്ക കല്യാണങ്ങൾക്കൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ട് നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ഡെസേർട്ട് ടേബിളിലും കൂടി അത് വെക്കാമെന്ന് വിചാരിച്ചു. 2 ഗ്ലാസ് ജാറിലായിട്ട് വെക്കാമെന്നാണ് വിചാരിക്കണത്. ഒരു വൈറ്റ് റോസാപ്പൂക്കളും അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിക്കണത് കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി ഭംഗിയാവും. പിന്നെ ഫ്ലവർ അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യത്തിൽ എൻ്റെ അമ്മയാണ് ബെസ്റ്റ്. അപ്പോൾ അമ്മ എല്ലാതും ഇത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്ന്. ചുറ്റും വയ്ക്കുന്നുണ്ടോ? മതി, എത്ര പൊക്കിയാൽ മതി. അയ്യോ ഒത്തിരി കേറിപ്പോയി.
നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്ന സംഭവമാണ് ഏറ്റവും ഫേവറേറ്റ് കപ്പ് കേക്ക്സും കേക്ക്സിക്കിൾസും. അപ്പോൾ കേക്ക്സിക്കിൾസ് ഞങ്ങളൊരു 10 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കപ്പ് കേക്ക്സ് ഒരു 20 എണ്ണം നമ്മുടെ ഡെസേർട്ട് ടേബിളിന് വേണ്ടിയിട്ട്. പിന്നെ മെയിൻ കേക്കും പപ്പയ്ക്കുള്ള മെയിൻ കേക്ക് ഷുഗർ ബെൽസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത്. ഞങ്ങൾക്ക് പേഴ്സണലി അറിയണവർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ യമ്മി കേക്ക്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേജ് വിസിറ്റ് ചെയ്യാം. ഷുഗർ ബെൽസ് എന്ന് പറഞ്ഞിട്ടാണ് പേജ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ അടിപൊളി കേക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഡെസേർട്ട് ടേബിൾ സെറ്റായി, വെൽക്കം ടേബിൾ സെറ്റായി, എല്ലാം സെറ്റായി. അപ്പോൾ നമ്മൾ പരിപാടി തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയൊക്കെ വന്നിരുന്നു. ഇതാണ് എൻ്റെ ഫാദറിനിലോ മദറിനിലോ ബ്രദറ് പിന്നെ സിസ്റ്ററും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി വന്നു. നമ്മളെല്ലാവരും ആഘോഷിച്ച് അടിപൊളിയാക്കി. പപ്പയുടെയും ചേച്ചിയുടെയും ബർത്ത്ഡേ നമ്മൾ സൂപ്പറാക്കി കേട്ടോ. അപ്പോൾ പപ്പ കേക്ക് കട്ട് ചെയ്യണ ഇത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഫോട്ടോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കുറച്ച് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ലാസ്റ്റ് വരെ കാണട്ടോ എല്ലാവരും. അയ്യോ നെക്സ്റ്റ് നമ്മുടെ മെയിൻ ഭാഗമാണ് ഫുഡിങ് എന്ന് പറയുന്ന സംഭവം. നമ്മളെല്ലാവരും സ്റ്റാർട്ടറിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ അതിന് ഈ കപ്പിലിരിക്കുന്നതാണ് പ്രോൺസ് ഡൈനമൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അത് ഞങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്ത്, പക്ഷെ അടിപൊളി സംഭവം കേട്ടോ. നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ ആവോലി ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ സാലഡ്, പിന്നെ ചിക്കൻ ഫ്രൈ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്ക് എടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ഞാനതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കോമെൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളൊരു വലിയ ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും വീഡിയോസ് ഇട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പണ്ടത്തെ പോലെ തന്നെ നമ്മൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ കീപ് വാച്ചിങ് അവർ ചാനൽ. ബൈ, സീ യു.